ഛത്തീസ്ഗഡിൽ സേവനം നടത്തുന്ന കന്യാസ്ത്രീകളെ മതപരിവർത്തന നിയമം ലംഘനം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ഛത്തീസ്ഗഡ് സർക്കാർ നേരത്തെ പദ്ധതിയിട്ടതിന് തെളിവുണ്ടെന്ന് ദീപിക ദിനപത്രം. മറ്റ് പത്രങ്ങൾക്കില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. അതുകൊണ്ട് തന്നെയാണ് ദീപികയിലേക്ക് ആദ്യം പോകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ദീപികയിലേക്ക് ആദ്യം പോകാറില്ല. പക്ഷേ ദീപിക ദിനപത്രത്തിൻ്റെ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ഈ ഒരു സാഹചര്യത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അതൊരു പുതിയ വാർത്ത തന്നെയാണ്. ആ പുതിയ വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. ഛത്തീസ്ഗഡിലേത് ഒത്തുകളി ഉത്തരവിറങ്ങിയത് ജൂൺ 30 എന്നാണ് ദീപിക ദിനപത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഞാനതൊന്ന് വായിച്ചു പോകാം. ഛത്തീസ്ഗഡിൽ സേവനം നടത്തുന്ന ക്രൈസ്തവ പ്രേക്ഷിതരെ മതപരിവർത്തന നിയമലംഘനം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ സംസ്ഥാന സർക്കാർ, അതായത് ഛത്തീസ്ഗഡ് സർക്കാർ അറസ്റ്റ് ചെയ്യാൻ സംസ്ഥാന സർക്കാർ നേരത്തെ പദ്ധതിയിട്ടായ തെളിവുകൾ. ജൂൺ 30 സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൻ്റെ ബലത്തിലാണ് അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾ. അവരുടെ സന്യാസിനി സമൂഹത്തിലെ 2 സിസ്റ്റർമാരെ അറസ്റ്റ് ചെയ്യുകയും 9 ദിവസം തടവിലിടുകയും ചെയ്തു. സംസ്ഥാനത്തെ ആ വാക്കുകൾ ഇങ്ങനെയാണ്: സംസ്ഥാനത്തെ സാമുദായിക ഐക്യത്തിനും സാഹോദര്യത്തിനും ഭീഷണി ഉണ്ടാകുമെന്ന മുൻവിധിയിൽ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരമാണ് കന്യാസ്ത്രീകൾക്കെതിരെ രാജ്യസുരക്ഷാ നിയമം ചുമത്തിയതെന്നും ദീപിക പറയുന്നു. സംസ്ഥാനത്ത് സാമുദായിക ഐക്യത്തിനും സാഹോദര്യത്തിനും ഭീഷണിയാകുന്നവർക്കെതിരെ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുക്കും. ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെ കളക്ടർക്ക് ഈ നിയമം ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് വാർത്ത. ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെ കളക്ടർക്ക് ഈ നിയമം ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരവിൻ്റെ കോപ്പിയും ഛത്തീസ്ഗഡ് സർക്കാർ പുറത്തിറക്കിയ വിവാദ ഉത്തരവിൻ്റെ പകർപ്പും ദീപിക ദിനപത്രം 1-ാം പേജിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഛത്തീസ്ഗഡിലെ ഈ വാർത്തയ്ക്ക്, ദീപിക ദിനപത്രത്തിൻ്റെ വാർത്തയ്ക്ക് ഏതാണ്ട് വലിയ പ്രാധാന്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അവിടെ അറസ്റ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തു പോയതാണ്. 9 ദിവസം ജയിൽവാസം കഴിഞ്ഞു. അതിൽ നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും BJPയും ഇടതു പാർട്ടികളും UDFും ഒക്കെ ആത്മാർത്ഥമായി ഇടപെട്ടു. അതിൻ്റെ ഭാഗമായി അവർക്ക് മോചനം സാധ്യമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ഇടപെടാൻ പര്യാപ്തമാകുന്ന വിധത്തിൽ തന്നെ നമ്മുടെ ആളുകളൊക്കെ ഇടപെട്ടു. അതിൽ നമ്മൾക്കും സന്തോഷമുണ്ട്. പക്ഷേ സന്തോഷത്തിനപ്പുറത്തേക്ക് ഇവരുടെ അറസ്റ്റിലേക്ക് നയിച്ച കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. സന്തോഷം എന്നുള്ള ജാമ്യം മാത്രമാണ്. അതിന് പിന്നിൽ നടന്ന കഥകൾ വളരെ വലുതാണ് എന്നാണ് ദീപിക ഇപ്പോൾ പറയുന്നത്. ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെ ഇത്തരത്തിലുള്ള ആളുകളെ എല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള ഉത്തരവിടാൻ മാത്രമല്ല ഉത്തരവ് സർക്കാർ ഇട്ടു. അതിന് കളക്ടർമാർക്ക് അനുമതി നൽകി കഴിഞ്ഞു സർക്കാർ എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിലാണ്, അതിൻ്റെ മറവ് പിടിച്ചാണ് ഈ അറസ്റ്റ് എന്നാണ് ദീപിക പറയുന്നത്. ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഇതൊരു സാമുദായിക ഐക്യത്തിന് ഭീഷണിയാകുന്നതോ അല്ലെങ്കിൽ ആകാൻ പോകുന്നവയോ ആയതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇത് പൊതുക്രമ സമാധാനത്തെയും സംസ്ഥാനത്തിൻ്റെ സുരക്ഷയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്തെല്ലാം വകുപ്പുകളാണ് ഇതിൽ പെടുന്നത് എന്നുള്ള ആലോചിക്കണം. ഇത് പൊതുക്രമത്തെയും സംസ്ഥാനത്തിൻ്റെ സുരക്ഷയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണം. അപ്പോൾ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൻ്റെ മൊത്തം സാമുദായിക സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്നു, സംസ്ഥാനത്തിൻ്റെ സുരക്ഷയെ ബാധിക്കാൻ പോകുന്നു എന്നതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ അറസ്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്.